പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധൻ, അഗസ്തീനോസ് എന്ന വിശുദ്ധൻ. എനിക്കറിയേണ്ടത് വേറൊന്നാണ്. ഈ അഗസ്റ്റിന് വിശുദ്ധയായ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പേരാര് പറയും? പേര് പറയൂ നിങ്ങൾ. മോനിക്ക എന്ന് പേരുള്ള ഒരമ്മ. 25 കൊല്ലമാണ് ഒരു മകന് വേണ്ടി കണ്ണീരൊഴുക്കിയത്. 1-2 അല്ല അമ്മമാരെ, അപ്പച്ചന്മാരെ, 25 കൊല്ലങ്ങൾ. വടക്കേ ഇറ്റലിയിൽ മിലാൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മിലാനിൽ ഒരു രൂപതയുണ്ട്, ഒരു കത്തീഡ്രൽ ദേവാലയമുണ്ട്. ഈ കത്തീഡ്രൽ ദേവാലയത്തിൽ ഓരോ ദിവസത്തിൻ്റെയും പണികളും തിരക്കുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ സന്ധ്യയാകുമ്പം ഈ അമ്മ കടന്നു വരും. ആ ആൾത്താരയ്ക്ക് മുൻപിൽ ഇന്നും കാണാനൊക്കുന്ന ഈ അമ്മ കരഞ്ഞു നിന്ന ഒരു കുരിശുരൂപമുണ്ട്. ഈ കുരിശുരൂപത്തിൻ്റെ മുന്നിൽ വന്ന് ഈ അമ്മ എന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കും, ഏങ്ങലടിച്ചു നിൽക്കും ഈ കുരിശുരൂപത്തിൻ്റെ മുൻപിൽ. ഈ അമ്മ പ്രാർത്ഥിച്ചിരുന്ന കാലത്ത് മിലാൻ രൂപതയെ ഭരിക്കുന്ന വിശുദ്ധനായൊരു മെത്രാൻ ഉണ്ടായിരുന്നു. മെത്രാന്റെ പേരും കൂടി പറയാൻ കിട്ടുമോ? അംബ്രോസ് എന്ന് പേരുള്ളൊരു മെത്രാൻ ഉണ്ടായിരുന്നു. ഈ മെത്രാനും സന്ധ്യാനേരങ്ങളിൽ തിരുസക്രാരിക്ക് മുൻപിൽ വന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കും. ഈ പിതാവ് പല ദിവസങ്ങളിൽ കാണുന്നു. ഒരു സ്ത്രീ സന്ധ്യയാകുമ്പം കുരിശുരൂപത്തിൻ്റെ മുന്നിൽ വരും, കുറേ നേരം ഏങ്ങലടിച്ചു കരയും, എന്നിട്ട് മടങ്ങിപ്പോകുന്നു. പല ദിവസങ്ങളിൽ ഈ പിതാവിത് കാണുമ്പോൾ ഒരു ദിവസം ആ അമ്മയെ ഈ അംബ്രോസ് മെത്രാൻ വിളിപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, സഹോദരി, കുറേ നാളുകളായല്ലോ ഞാൻ ശ്രദ്ധിക്കുന്നു, എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിങ്ങൾ കുരിശുരൂപത്തിൻ്റെ മുൻപിൽ വന്ന് കരയുന്നു, ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താണ് നിങ്ങളുടെ പ്രയാസം? എന്താണ് നിങ്ങളുടെ നൊമ്പരം? ആ പിതാവ് അത് ചോദിക്കുമ്പം ഈ അമ്മ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറയും, പിതാവേ, 2 മക്കളുണ്ട് എനിക്ക്. 2 മാമ്പിള്ളേരാണ്, 2 മാമ്പിള്ളേര്. ഇളയവൻ മഹാത്തെമ്മാടിയാണ് പിതാവേ, ഇളയവൻ. എല്ലാത്തരം തോന്നിയവാസങ്ങളും അവനുണ്ട്, എല്ലാത്തരം ദുശീലങ്ങളും അവനുണ്ട്. അവന് വേണ്ടിയാണ് പിതാവേ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ഈ കുരിശിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഏങ്ങലടിക്കുന്നത്. ഈ അമ്മയുടെ സങ്കടവും ഈ അമ്മയുടെ കണ്ണീരും കാണുന്ന വിശുദ്ധനായ മെത്രാൻ ആ അമ്മയ്ക്ക് കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. അമ്മച്ചി, അമ്മച്ചിയുടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. അമ്മച്ചി, അമ്മച്ചിയുടെ വേദന ദൈവത്തിൻ്റെ പക്കൽ എത്തുന്നുണ്ട്. കണ്ണുനീരിൻ്റെ മകൻ അവൻ നശിക്കില്ല അമ്മേ, കണ്ണുനീരിൻ്റെ മകൻ അവൻ നശിക്കില്ല. ഒരു നാൾ അമ്മയുടെ കണ്ണുനീരിൻ്റെ പുണ്യം കണ്ട് ദൈവം അമ്മയുടെ മകനെ തൊടും, അവൻ മാനസാന്തരപ്പെടും. ഈ കണ്ണുനീര് നിർത്തരുത്, ഈ വേദന നിർത്തരുത്, ഈ വേദന കളയരുത്. ഈ കുരിശുരൂപത്തിൻ്റെ മുൻപിൽ എന്നും വന്നു നിന്ന് കരഞ്ഞുകൊള്ളൂ. കണ്ണുനീര് മുഴുവനും ഈ കുരിശുരൂപത്തിൻ്റെ ചുവട്ടിലേക്ക് ഒഴുക്കിക്കൊള്ളൂ. കണ്ണുനീരിൻ്റെ ഈ മകനെ ദൈവം തൊടുവമ്മേ. അമ്മച്ചിയുടെ കണ്ണീരിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് എന്ന് ആ വിശുദ്ധനായ മെത്രാൻ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. 25 കൊല്ലത്തെ വേദനയും കണ്ണീരും പാപത്തിൻ്റെ വഴിയെ നടന്ന ഒരു മകനെ ഇന്ന് ദൈവത്തിന് പ്രിയപ്പെട്ടവനാക്കി തീർത്തല്ലോ സഹോദരങ്ങളെ. ഈ ഒരു അനുഭവത്തിൽ ജീവിത ഞെരുക്കങ്ങളെയും പ്രയാസങ്ങളെയും നമുക്കെടുക്കാനായാൽ, സ്വീകരിക്കാനായാൽ, അതിലോട്ടാണ് നാം വളരേണ്ടത്. ഈ ഒരു ബോധ്യത്തിൽ, ഈ ഒരു വിശ്വാസാനുഭവത്തിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും നാം അഭിമുഖീകരിച്ചാൽ, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ വ്യക്തിയിൽ പ്രകടമാകുന്ന 2 ലക്ഷണങ്ങൾ ദീർഘമായിട്ട് പറയാൻ നേരമില്ല. ആ 2 ലക്ഷണങ്ങളൊന്ന്
ഓടിച്ചു പറഞ്ഞ് ഞാൻ ഈ ആദ്യ ദിവസത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ലക്ഷണം അതിതാണ്. ഇത് നിങ്ങൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന 2 കാര്യങ്ങളും. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, രോഗപീഠകൾ, ഞെരുക്കങ്ങൾ, കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു, പ്രതീക്ഷിക്കും പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള തിക്താനുഭവങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പം മനസ്സിടിയാതെ, നിരാശപ്പെടാതെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണുയർത്താനൊക്കുന്ന വ്യക്തി, എൻ്റെ വേദനയിലും എൻ്റെ നൊമ്പരത്തിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് തിരിഞ്ഞ് ധ്യാനിക്കൂ, ജീവിതം വിലയിരുത്തൂ. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ, തിരസ്കരണങ്ങൾ, വേദനകൾ, തകർച്ചകൾ, രോഗപീഠകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കണക്കുകൂട്ടലുകൾ, പ്രതീക്ഷകൾ തെറ്റിപ്പോകുന്ന വേളകൾ, അവിടെയൊക്കെയും മനസ്സിടിയാതെ, നിരാശയിലോട്ട് വീഴാതെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ അറിയാതെ എനിക്കൊന്നും വരില്ല എന്നൊരു ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കെന്തുമാത്രം സാധിക്കുന്നു പ്രിയരേ. ഞാനിത് പങ്കുവയ്ക്കുമ്പം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ 2 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഞാൻ പരിചയപ്പെട്ടൊരു കുടുംബം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ നെടപ്പള്ളിയിലെ വിൻസെൻ്റ് ഷിനാശ്രമത്തിലാണ് താമസിക്കുക. ഡിവൈൻ്റെ ഡയറക്ടർ മാത്യു എലവെങ്കലച്ചൻ ആ നാളുകളിൽ വിദേശത്താണ്. ആ ആഴ്ചയിൽ 10-ലും കൂടുതൽ പേര് ധ്യാനിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, ജോജോ അച്ഛാ, എങ്ങനെയെങ്കിലും ഈ ദിവസങ്ങളിൽ അച്ഛനൊന്ന് സമയം കണ്ടെത്തി ഒരു 2 ദിവസമെങ്കിലും ധ്യാനത്തിന് പോയി അച്ഛനൊന്ന് സഹായിക്കണം. കൂടുതൽ പേര് ധ്യാനിക്കാൻ വന്നിട്ടുണ്ട്. 2 ദിവസം പോകാൻ എനിക്കൊത്തില്ല. ഒരു ദിവസം ഞാൻ പോയി. ധ്യാനത്തിൻ്റെ 4-ാം ദിവസം വ്യാഴാഴ്ച രാവിലെ 6:30 തൊട്ട് ഏതാണ്ട് ഒരു 9:15-9:30 വരെ 2.25 മണിക്കൂർ നേരം, 3 മണിക്കൂർ നേരം ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുന്നു. 2000-ലേറെ പേര് ധ്യാനിക്കുന്ന ആ ആഴ്ചയിൽ ഡിവൈനിലെ മലയാളം സ്റ്റേജിലെ ആൾത്താരെ നിന്ന് എനിക്ക് വേഗം മടങ്ങേണ്ടതുണ്ട് ഇടപ്പള്ളിക്ക്. ഞാൻ അധ്യാന ചിന്തകൾ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി അൾത്താരയിൽ ഒരു സഹോദരൻ വന്ന് അത് മുഴുവനും അങ്ങ് കേട്ടു നിൽക്കാതെ ഞാൻ വേഗം ആ അൾത്താരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കാപ്പി കുടിച്ച്, അച്ഛന്മാരുടെ ഊട്ടുമുറി ചെന്ന് കാപ്പി കുടിച്ച് ഇടപ്പള്ളിക്ക് മടങ്ങാനുള്ള തിരക്കെനിക്കുണ്ട്. ഞാൻ താഴേക്ക് പോകുമ്പം നിങ്ങളിൽ മിക്കവാറും പേര് ഡിവൈനിൽ ധ്യാനിച്ചിട്ടുണ്ട്. മലയാളം ഓഡിറ്റോറിയത്തിൻ്റെ താഴെ ആ ഊട്ടുശാലയുടെ അടുത്തെത്തുമ്പം എൻ്റെ പേര് വിളിച്ച് പിന്നാലെ വരുന്ന ഒരു ചേട്ടൻ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരിചയമുള്ള ആരെങ്കിലുമാണ് എന്ന് കരുതിയാണ് തിരിഞ്ഞു നിന്നത്. പരിചയമുള്ളതല്ല. എൻ്റെ പേര് കിട്ടിയത് ഞാനവിടെ 6:30 പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പം ഇവിടെ അല്പം മുമ്പ് പ്രിയപ്പെട്ട സാമുവലച്ചൻ എന്നെ പരിചയപ്പെടുത്തിയില്ലേ, അതുപോലെ എൻ്റെ പേരും ഞാൻ വന്ന സ്ഥലവും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ആ ചേട്ടന് കിട്ടിയതാണത്ര എൻ്റെ പേര്. ആ പേരും വിളിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ ഓടി വരുന്നൊരു കുടുംബനാഥൻ. ഞാൻ നിൽക്കുമ്പോൾ കൈകൂപ്പി ആ പിതാവ് താഴ്മയോടെ എൻ്റെ മുൻപിൽ വന്നു നിന്നിട്ട് പറയുകയാണ്, അച്ഛാ, അച്ഛന് തിരക്കാന്ന് എനിക്കറിയാം, പക്ഷെ ദയവ് ചെയ്ത് ഒരു 2 മിനിറ്റ് അച്ഛാ എന്നെ ഒന്ന് കേൾക്കണം, എൻ്റെ സങ്കടം അച്ഛനൊന്നറിയണം, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, എന്നിട്ടേ അച്ഛൻ പോകാവൂ എന്ന് പറഞ്ഞ് താഴ്മയോടെ കൈകൂപ്പി നിൽക്കുന്നൊരു കുടുംബനാഥൻ. ഞാൻ ഈ പിതാവിനോട് സംസാരിച്ചു നിൽക്കുമ്പോൾ പിന്നാലെ ഞാൻ കാണുന്നു നടന്നെടുക്കുന്നു ഭാര്യ ധ്യാനത്തിലുണ്ട്. അതിൻ്റെ പിന്നാലെ വരുന്നു ഒരു 18-20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. ഇവരുടെ മകളാണ്, ഇളയ കൊച്ചാണ്. 2 പെൺപിള്ളേരാണുള്ളത്. മുന്നോട്ടുള്ള സംസാരത്തിൽ ഞാനത് മനസ്സിലാക്കി. അതിലെ ഇളയ കൊച്ചാണ് ഈ പിന്നാലെ വരുന്നത്. ആ പെൺകൊച്ചടുത്ത് വരുമ്പം അവളെ വിളിച്ചെൻ്റെ മുൻപിലോട്ട് നിർത്തിയിട്ട് ആ പിതാവ് പറയുന്നു, അച്ഛൻ ഇവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അച്ഛാ.
സഹോദരങ്ങളെ, ഞാൻ ന്യായമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചു. എന്ത് കാര്യത്തിന് വേണ്ടി ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കണം ഇവക്ക് വേണ്ടി? അതിൻ്റെ മറുപടി, ഒരപ്പൻ്റെ നിറയുന്ന കണ്ണുകളാണ് മാതാപിതാക്കളെ. ഒരപ്പൻ്റെ നിറയുന്ന കണ്ണുകൾ. ഞാൻ ഇത്രേ ചോദിച്ചുള്ളൂ. ഈ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പം ചോദിക്കേണ്ടതാണല്ലോ സഹോദരങ്ങളെ ഞാൻ ആ ചോദ്യം. എന്തു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? ഞാനത് ചോദിക്കുമ്പം അപ്പനമ്മമാരെ, ഈ പ്രായത്തിലുള്ള പിള്ളേരെയും കൂട്ടി ഓരോ ദിവസവും എന്ന പോലെ സങ്കടപ്പെട്ട് മുന്നിലേക്ക് കടന്നു വരുന്ന എത്രയെത്ര മാതാപിതാക്കളെ കാണേണ്ടി വരുന്നു ഇന്ന്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി കുഞ്ഞുങ്ങളെ വളർത്തും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കി ദൂരങ്ങളിൽ പഠിക്കാനും ജോലിക്കുമൊക്കെ വിടും. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്നല്ലോ എന്നറിയുമ്പം ആ കുഞ്ഞുങ്ങളെയും കൂട്ടി കണ്ണീരോടെ വരുന്ന എത്രയെത്ര അപ്പനമ്മമാരെ ഓരോ ദിവസവും പോട്ടയിലായിരിക്കുമ്പോൾ കാണേണ്ടി വരുന്നു. ഇതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ചോദിക്കുമ്പം ഈ കൊച്ചിനു വേണ്ടി എന്തിനായിട്ട് പ്രാർത്ഥിക്കണം? കരയുന്നൊരു പിതാവ്, ഈ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി വിതുമ്പുന്ന ഭാര്യ, ഈ അപ്പൻ്റെ അമ്മയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി ഏങ്ങലടിക്കുന്ന കൊച്ച്. ഇതിൻ്റെ ഇടയ്ക്ക് മാതാപിതാക്കളെ, ഈ അപ്പൻ്റെ വാക്കുകൾ പലവട്ടം മുറിഞ്ഞെങ്കിലും ആ പിതാവ് ഇത്രയും പറഞ്ഞെന്നെ കേൾപ്പിച്ചു, അച്ഛാ ക്യാൻസറാണ് അച്ഛാ, ഇവക്ക് ക്യാൻസറാണ്, രക്തത്തിൽ ക്യാൻസറാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, ആ പിതാവ് വീണ്ടും സംസാരിക്കുമ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് അത്ര ഈ അപ്പനും അമ്മയും കൊച്ചുമാഴ്ച ഡിവൈനിൽ വന്നത്. നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു കുടുംബം. ഈ മാതാപിതാക്കൾ രണ്ടുപേരും ഗവൺമെൻറ് ജോലിക്കാരാണ്. 2 പെൺമക്കളാണ് ഇവർക്ക്. ഈ ഇളയ കൊച്ച് ഡിവൈനിൽ അവൾ എത്തുമ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ MBBS-ന് 2ാം സെമസ്റ്റർ പഠിക്കുന്ന കൊച്ചാണിത്. മെഡിസിന് 2ാം സെമസ്റ്റർ പഠിക്കുന്ന കൊച്ച്. മൂത്ത കൊച്ച് BTech അവസാന കൊല്ലം പഠിക്കുന്നു. അപ്പൻ പറയുന്നു, അച്ഛാ 2 പേരും മിടുക്കരാണ്, എങ്കിലും ഒന്നുകൂടി ഒരു മിടുക്ക് ഇവക്കാണച്ചാ. ഈ ക്യാൻസർ വന്ന കൊച്ചിനെ ചൂണ്ടിയിട്ട് ആ പിതാവ് പറയുന്നു, കുഞ്ഞു ക്ലാസ് തൊട്ട് ഇവൾ എന്നും ഒന്നാമതാണ്, ഏതു ക്ലാസ്സിലും ഏറ്റവും മികച്ചവൾ ഇവളാണ്. കൊച്ചു പ്രായം തൊട്ട് മെഡിസിൻ പഠിക്കണം, ഡോക്ടർ ആവണം, ആ ആഗ്രഹത്തോടു കൂടിയാണ് പഠിച്ചവൾ വളർന്നത്. അതുകൊണ്ട് തന്നെ 2 പേരും പെൺപിള്ളേരല്ലേ അച്ഛാ, സാമ്പത്തികമായ ഞെരുക്കോ പ്രയാസമോ ഒന്നുമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 പേർക്കും ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ ഉള്ള സമ്പത്തൊക്കെ ഞങ്ങളൊന്ന് ഒരുക്കി വെച്ച് എൻട്രൻസ് എഴുതി എങ്ങാനും കിട്ടാതെ വന്നാലും കാശ് കൊടുത്തിട്ടാണെങ്കിലും എവിടുന്നെങ്കിലും ഒരു മാനേജ്മെൻറ്റ് സീറ്റ് മേടിച്ച് മെഡിസിന് വിടാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുങ്ങിയിരുന്നു. അതൊന്നും വേണ്ടി വന്നില്ല അച്ഛാ. സഹോദരങ്ങളെ, ചുരുക്കട്ടെ, ഞാൻ 3 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് 200-നടുത്ത് റാങ്ക് മേടിച്ച് മിടുക്കിയായിട്ട് ജയിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മെഡിസിൻ പഠനം തുടങ്ങുന്ന തൃശ്ശൂരുകാരി പെങ്കൊച്ചാണ് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ കുഞ്ഞനുജത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഠനത്തിൻ്റെ ആദ്യ കൊല്ലം തീരുന്നില്ല. ചില ശാരീരിക പ്രയാസങ്ങൾ, ചില രോഗലക്ഷണങ്ങൾ. അവൾ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തുമ്പോൾ ഇന്നതാണത്രേ രോഗം. ഈ കൊച്ചിനോട് പറയാനുള്ള പ്രയാസം, തൃശ്ശൂരിൽ നിന്ന് അപ്പനെയും അമ്മേനെയും ആലപ്പുഴയ്ക്ക് വിളിപ്പിക്കുന്നു, പറയുന്നു കൊച്ചിന് ഇന്നതാണ് രോഗം. 4 മാസം കഴിയുന്നു രോഗമറിഞ്ഞിട്ട്. 4-ാമത്തെ മാസമാണ്, 5-ാമത്തെ മാസമാണ് ഇവർ ഡിവൈനിലെത്തിയത്. ഈ കഴിഞ്ഞ 4 മാസങ്ങളെക്കുറിച്ച് ഈ പിതാവ് പറയുന്നു, അച്ഛാ ഈ ഒരു രോഗത്തിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന എല്ലാ സ്ഥലത്തും ഈ കൊച്ചിനെയുമായി ഞങ്ങൾ പോയി. എല്ലാ പരിശോധനകളും മാറി മാറി നടത്തി. ഡോക്ടേഴ്സിൻ്റെ വിലയിരുത്തലും അഭിപ്രായവും ചോദിച്ച ഏതാണ്ട് ഒന്നു തന്നെയാണ്. ഈ ക്യാൻസർ കൂടിയൊരു സ്റ്റേജിലായി. ഒരു വിലയിരുത്തൽ അത്. 2ാം വിലയിരുത്തൽ വളരെ ചുരുക്കമായിട്ട് മാത്രം കാണുന്ന വളരെ അപകടകരമായൊരു ക്യാൻസറാണിത്. മരുന്ന് ഫലിക്കില്ല, മരണത്തിൻ്റെ മുൻപിലെത്തി കൊച്ച്. ഏതാനും ആഴ്ചകൾ കൂടിയാൽ അതിനപ്പുറത്തോട്ടൊരു പ്രതീക്ഷ വേണ്ട. ഇതാണ് ഡോക്ടേഴ്സിൻ്റെ വിലയിരുത്തൽ. വൈദ്യശാസ്ത്രം ഈ 18 വയസ്സുള്ള കൊച്ചിൻ്റെ മുമ്പിൽ നിസ്സഹായതയോടെ നിൽക്കുമ്പം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ എന്ന പ്രതീക്ഷയോടെ ഡിവൈനിൽ ഈ കുഞ്ഞിനെയും കൂട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ഒരപ്പനും ഒരമ്മയും. ഞാൻ ആ കൊച്ചിൻ്റെ ശിരസിൽ എൻ്റെ ഈ കരം വെച്ച് പ്രാർത്ഥിക്കും മുമ്പ് ഞാൻ അമ്മോളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മോളെ,
അച്ഛൻ പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി. ഈശോ കൂടെ ഉണ്ട് മോളെ. നീ നിരാശപ്പെട്ടാണോ, ഒരുപാട് വിഷമിച്ചാണോ നീ ഈശോയുടെ മുമ്പിലായിരിക്കുക എന്നൊരു ചോദ്യം എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ആ കൊച്ചുമോള് തന്ന മറുപടി, ഇല്ല ജോജോ അച്ഛാ, ഒരുപാടൊരു നിരാശയോ ഒരുപാടൊരു വിഷമോ താങ്ങാനാകാത്തൊരു ദുഃഖമോ എൻ്റെ മനസ്സിലില്ല അച്ഛാ. ഒരുപാട് ശാരീരികമായ പ്രയാസം എനിക്കുണ്ട്, ഒരുപാട് അവശതയും തളർച്ചയും എനിക്കുണ്ട്. എങ്കിലും എൻ്റെ മനസ്സ് ഒരു ബലമുണ്ട് അച്ഛാ, ഒരു ബലമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടേക്ക് വരുമ്പം എൻ്റെ മനസ്സ് ഒരുപാട് തളർന്നിരുന്നു. സത്യത്തിൽ ധ്യാനമൊന്നും കൂടാനുള്ള ഒരു മനസ്സും എനിക്കുണ്ടായിരുന്നില്ല അച്ഛാ. അപ്പനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഡിവൈനിലേക്ക് വന്നത്. 4 ദിവസം ദൈവത്തിൻ്റെ വചനം കേട്ടു. ഒരു കാര്യം ബോധ്യമായി, ഫാദറെ, എൻ്റെ ദൈവം അറിയാതെ ഈ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല എന്നൊരു ബോധ്യം കൊണ്ട് എൻ്റെ ഉള്ളു നിറഞ്ഞു അച്ഛാ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല എന്നൊരു ബോധ്യം കൊണ്ട് എൻ്റെ ഉള്ളു നിറഞ്ഞു വെച്ചാ. എൻ്റെ ക്യാൻസർ മാറുവോ മാറാതിരിക്കുകയോ ചെയ്യട്ടെ, അത്ഭുതകരമായൊരു സൗഖ്യം കിട്ടുവോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ, എൻ്റെ ക്യാൻസർ മാറിയില്ലെങ്കിലും മാറാത്ത ക്യാൻസറിൽ ദൈവത്തിൻ്റെ ഒരു മുഖം, ഒരു കരം ഞാൻ തിരിച്ചറിയുന്നു അച്ഛാ എന്ന് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറുപടി തരുന്നൊരു പെൺകുട്ടി. സഹോദരങ്ങളെ, 6 മാസം കൂടി അവൾ ജീവിച്ചുള്ളൂ, മരിച്ചുപോയി അവൾ. ഡിവൈനിൽ വന്ന് ധ്യാനം കൂടിയിട്ട് ഒരു രോഗവും മാറിയില്ല, ക്യാൻസർ മാറിയില്ല. ആ ശേഷിക്കുന്ന 6 മാസം ഈ ക്യാൻസറിലും ക്യാൻസറിൻ്റെ വേദനയിലും ദൈവത്തിൻ്റെ ഒരു കരം കണ്ട് സ്നേഹത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു കുടുംബം ഇന്ന് മരിച്ച് സ്വർഗത്തിലുണ്ടവളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊച്ചനുജത്തി ദൈവത്തിൻ്റെ കരം കണ്ടുകൊണ്ട് മനസ്സിടിയാതെ പതറാതെ പ്രാർത്ഥിച്ചിട്ടും ധ്യാനിച്ചിട്ടും വിശുദ്ധ ജീവിതം നയിച്ചിട്ടും ഇങ്ങനെയൊന്ന് വന്നല്ലോ എന്നറിയുമ്പം അവിടെ ദൈവത്തിൻ്റെ കരം കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോഴും നാം നമ്മുടെ ദൈവത്തോട് ചേർന്ന് വസിക്കുമ്പോഴും വേദനകൾ, പ്രയാസങ്ങൾ, അവിടെ ദൈവത്തിൻ്റെ കരം കാണണം. ഒരേശയ്യ പ്രവാചകൻ, നിങ്ങൾ ശ്രദ്ധിക്കൂ, 30-ാം അധ്യായം 20-ാം വചനം. ആ പുരോഹിതൻ പറയുന്നു, കർത്താവെനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും എൻ്റെ ഗുരു എന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല, ഞാൻ അവൻ്റെ മുഖം കാണും. ദൈവത്തിൻ്റെ ദാസനായ ഒരു പൗലോസിനെ ശ്രദ്ധിക്കൂ. ആ പുരോഹിതൻ എത്ര അഭിമാനത്തോടു കൂടി പറയുന്നു, എൻ്റെ കർത്താവിൽ നിന്നാരെന്നെ വേർപെടുത്തും? ആപത്ത് വരട്ടെ, ഞെരുക്കങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, രോഗപീഠകൾ വരട്ടെ, തകർച്ചകൾ വരട്ടെ, തളർച്ചകൾ വരട്ടെ, എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റാൻ ഇവയ്ക്കൊന്നിനും സാധിക്കില്ല എന്ന് സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്നുവെന്ന് പങ്കുവയ്ക്കുന്ന ഒരു പൗലോസ് മനസ്സിൽ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച് തുടങ്ങിയ സുവിശേഷ ഭാഗം അവസാനം ഈശോ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചായിരുന്നു ആവോ? ഇങ്ങനെയല്ലേ ഈശോ പറഞ്ഞത്? എന്നിൽ ഇടർച്ച വരാത്തവൻ. ആ ഇടർച്ചയുടെ പശ്ചാത്തലം ഏതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ജീവിത ബുദ്ധിമുട്ടുകളിൽ ദൈവത്തെ സംശയിക്കുന്നു, കാരാഗൃഹത്തിൽ കിടക്കുമ്പം വിശ്വാസത്തിൽ പതറിപ്പോകുന്നു. ഈശോയുടെ വാക്ക്, എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാൻ. വലതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, ഇല്ലായ്മകളിൽ, തകർച്ചകളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ, കുടുംബത്തിൻ്റെ വേദനകളിൽ നിന്റെ കരം കാണാൻ, വിശ്വാസത്തിൽ ഇടറാതിരിക്കാൻ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ ഒരു ഭാഗ്യം, നിന്റെ കൃപ നീ എനിക്ക് തന്ന് അനുഗ്രഹിക്കൂ.